ഇസ്രയേൽ ഗാസ സംഘർഷമയമില്ലാതെ തുടരുകയാണ്. അറുതിയില്ലാതെ യുദ്ധം തുടരുന്നതിനാൽ ഗാസ കടുത്ത ക്ഷാമം നേരിടുകയാണ്. മാസങ്ങളായി ഭക്ഷണമോ ഇന്ധനമോ വൈദ്യസഹായമോ കൃത്യമായി എത്തുന്നില്ല എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. യുദ്ധത്തിന്റെ പേരിൽ അവർ തകർത്തെറിഞ്ഞത് സ്വപ്നങ്ങളാണ്. പ്രതീക്ഷകളെല്ലാം വറ്റി. ഒരു നേരത്തെ അന്നത്തിനായി അവർ അലമുറയിടുകയാണ്. കരയാനായി ഒരൊറ്റ കണ്ണീർ പോലും ഇനി ബാക്കിയില്ല. ഗാസയിൽ കൊടും പട്ടിണിയാണ്. ഓരോ നിമിഷവും പോഷകാഹാരക്കുറവും പട്ടിണിയും കാരണം പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഓരോരുത്തരും കുഴഞ്ഞു വീഴുകയാണ്. എങ്ങും കൂട്ടപ്പട്ടിണിയാണ്. ഇത് മനുഷ്യനിർമ്മിതമാണ്. ഗാസയെ എല്ലാവരും ചേർത്തു പിടിക്കണമെന്നും ഇനിയെങ്കിലും യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 111 കടന്നു. 80 കുഞ്ഞു ജീവനുകൾ ബലിയാടായി. ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കൊല തുടരുകയാണ്. ആഹാരം തേടിയെത്തിയ ആളുകളെ വെടിവെച്ചു കൊല്ലുകയാണവർ. സഹായ വിതരണ കേന്ദ്രത്തിലെത്തുന്നവരെ വെടിവെക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ടെന്ന് ഇസ്രായേൽ സൈനികർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. വിശന്നു വലഞ്ഞാണ് ഓരോ കുഞ്ഞും മരിക്കുന്നത്. ഗാസയിൽ സഹായകരങ്ങളുമായി എത്തിയ ഒരാൾ കുറിച്ചു, കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളോട് സ്വർഗത്തിൽ പോകാമെന്ന് പറയുകയാണ്. കാരണം സ്വർഗത്തിലെങ്കിലും ഭക്ഷണമുണ്ടല്ലോ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.